സംശയം. അല്ല, ജോലി ചെയ്യുന്നത് മാത്രമല്ലല്ലോ ഒരു ഒരു അല്ലേ, ഒരു മരുമക്കളാണെങ്കിലും ഭാര്യയാണെങ്കിലും ഉള്ള അവരുടെ കടമ. അതൊരു ഭാഗ്യല്ലേ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മാളവിക കൃഷ്ണദാസിനെ എല്ലാവർക്കും അത്യാവശ്യം അറിയാം. ഡാൻസും കാര്യങ്ങളായിട്ടൊക്കെ, പിന്നെ ആക്ട്രസും കാര്യങ്ങളൊക്കെയാണ് എല്ലാവർക്കും അറിയാം. ആള് ഒരു വ്ളോഗറും കൂടിയാണ്. യൂട്യൂബിൽ വീഡിയോസ് ഇടാറുണ്ട്. ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. വീഡിയോ വേറൊന്നുമല്ല, അവരുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്ന ഒരു ക്യാപ്ഷനും കൊടുത്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. ഞാൻ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ മാളവികയും ഹസ്ബൻഡും കാറിലിരുന്നും കൊണ്ട് ഒരു ടോക്ക് ഉണ്ടായിരുന്നു. രണ്ടുപേരും കൂടി പരസ്പരം സംസാരിക്കുന്ന ഒരു സീനുണ്ടായിരുന്നു. ആ സീൻ കണ്ടപ്പോൾ ഞാൻ ഒട്ടും കൺവിൻസ് അല്ല, ഞാൻ അതുപോലെ തന്നെ ഒട്ടും ഡൈജസ്റ്റീവ് അല്ല. എനിക്ക് ദഹിക്കുന്നില്ല അത് കേട്ടിട്ട്. ആ ഒരു വർത്തമാനം കേട്ടിട്ട്, അത് ഹസ്ബൻഡിൻ്റെ ആയാലും മാളവികയുടെ ആയാലും കേട്ടിട്ട് എനിക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആകുന്നില്ല. അപ്പോൾ ഞാൻ എന്തായാലും അതിലെനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. നിങ്ങൾക്കും അതേ അഭിപ്രായമാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താഴെ കമൻറ്റ് ചെയ്യാം. എന്തായാലും വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു തുടങ്ങാം. ഈ എല്ലാരും പറയില്ലേ, ഹസ്ബൻഡിന്റെ വീട്ടിൽ നിൽക്കുമ്പോ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഓണസ്റ്റ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ. എല്ലാരും ബുദ്ധിമുട്ടുണ്ടെന്നൊന്നും പറയാറില്ല, ചിലർക്ക് അല്ലെ. എനിക്ക് അങ്ങനെ ഭാഗ്യത്തിന് കുഴപ്പമൊന്നുമില്ല. കാരണം അമ്മയുടെ ആന്റിയുടെ രീതികളൊക്കെ ഏകദേശം സിമിലർ ആയതുകൊണ്ട് പിന്നെ പൊരുത്തപ്പെടാൻ പറ്റായ അങ്ങനത്തെ ഒരു സംഭവം ദൈവം സഹായിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തേസായിട്ടിനും അവിടെ പോകുമ്പോ അങ്ങനെ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടാവില്ലല്ലോ. അത് രണ്ടുപേരും സിമിലർ തോട്ട്സും ചിന്താഗതികളും പ്രവർത്തിയാണ്. ഇരിക്കുമ്പോ നമ്മൾ മൂന്നുപേരും, ഞാനും മാളും അമ്മയോട് ഇരിക്കുമ്പോ പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട് എനിക്കത് ഇഷ്ടപ്പെടാറില്ല, എന്നാലും പിന്നെ പോട്ടെ. അതൊക്കെ എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെടാറില്ല, എങ്കിലും പോട്ടെ എന്ന് മാളവിക പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷെ അതല്ല ഇവിടെ മാളവികയുടെ ഹസ്ബൻഡ് ചോദിക്കുന്ന ചോദ്യം, ഭർത്താവിന്റെ വീട്ടിൽ വന്നിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ, അതായത് അമ്മായിയമ്മ മരുമകൾ പോരാട്ടം, അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് ഇൻഡയറക്ട്ലി ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ അങ്ങനത്തെ വേറെ വിഷയങ്ങളൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ മാളവിക പറയുന്നുണ്ട്. ഏതോ കമന്റ്സിന് റിപ്ലൈ കൊടുത്തതാണ് വീഡിയോയിൽ, അവരുടെ വ്ളോഗിന്റെ ഇടയിൽ കൂടി ജസ്റ്റ് ഓടിച്ച് പറഞ്ഞു പോയതാണ്. ഏതൊക്കെ കമന്റ്സ് ഇവർക്ക് വരാറുണ്ട് ഇങ്ങനത്തെ, അതുമായി റിലേറ്റ് ചെയ്തിട്ട് മാളവിക എന്തായാലും റിപ്ലൈ കൊടുത്തത് തന്നെയാണ്. അത് കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ എനിക്കത് ക്ലിയർ ആയിട്ടുള്ള ഒരു വർത്തമാനമായിരുന്നു. എന്തായാലും ബാക്കിയായിട്ട് നോക്കാം. പിന്നെ കമന്റ് ബോക്സിലല്ലേ, എനിക്ക് ഈ നമ്മൾ ഇത്രയധികം മോഡേൺ ആയെന്നൊക്കെ പറഞ്ഞാലും പലരും ഈ കമന്റ് ബോക്സിലൊക്കെ വന്നിട്ട് അടുക്കളയിൽ പോയി ഹെൽപ്പ് ചെയ്യുന്നില്ലേ, ഇതാന്നൊക്കെ ചോദിക്കുമ്പോ ഭയങ്കരമായിട്ടൊരു നമ്മള് അല്ലേ ഇവിടെ എന്താണ് എല്ലാരും സ്ത്രീ ശാക്തീകരണം, സന്തുലിതം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സ്ത്രീകള് തന്നെ സ്ത്രീകളെ ഇങ്ങെന്താ അടുക്കള കയറാത്ത, അല്ലെങ്കിൽ മറ്റെന്താ അങ്ങനെ ചെയ്യാത്ത, അത് അല്ലേ എനിക്ക് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നുന്നുണ്ട്, ഒരു ഐറണി ആയിട്ട് തോന്നുന്നുണ്ട്. ഇവിടെ വന്നിട്ടുള്ള ഏതോ കമന്റ്സിനെയാണ് ഈ പറയുന്ന വ്യക്തി അവിടെ സൂചിപ്പിച്ച് പറയുന്നത്. അതായത് സ്ത്രീകൾ എന്താ അടുക്കളയിൽ കയറുന്നില്ലേ, അല്ലെങ്കിൽ കെട്ടിയ ഭാര്യ, അതായത് മാളവിക തന്നെയാണ് ഉദ്ദേശിച്ചിട്ട് ആരോ കമന്റ് ഇട്ടിട്ടുള്ളത്, നീ എന്താ അടുക്കളയിൽ കയറത്തില്ലേ കാര്യങ്ങളെന്ന്. ആ ചോദിച്ച ചോദ്യത്തിൽ എന്താണ് കുഴപ്പമെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്താ മാളവികയ്ക്ക് അടുക്കളയിൽ കയറാൻ പാടില്ലെന്ന് എന്തെങ്കിലും ഉണ്ടോ? എന്നിട്ട് അതിനൊരു കൺവിൻസ് ആയിട്ട് അവരുടേതായ രീതിയിൽ പറയുന്നു. ഈ പറയുന്ന വ്യക്തിയുടെ അമ്മയ്ക്ക് മാളവിക ആരും അടുക്കളയിൽ അവരെ ഹെൽപ്പ് ചെയ്യുന്ന ഇഷ്ടമല്ല, പിന്നെ ഹെൽപ്പ് ചെയ്യാൻ അവിടെ ഒരു സെർവൻറ്റും കാര്യങ്ങളും ഉണ്ടെന്നും പറയുന്നുണ്ട്. പക്ഷെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഒരു പെൺകുട്ടി അടുക്കളയിൽ കയറുന്നില്ല എന്ന് പറയുന്ന എന്തോ അലങ്കാരമായി നമ്മൾ വയ്ക്കാൻ പാടില്ല. അതുപോലെ തന്നെ അവിടെ ആണുങ്ങൾക്കും അടുക്കളയിൽ കയറാം. ഞാനിവിടെ എൻ്റെ അമ്മയെ ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്, തേങ്ങയൊക്കെ ചിരുവി കൊടുത്ത്, അങ്ങനത്തെ എന്നെ കൊണ്ട് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് ഇവിടെ ആൺ പെൺ വ്യത്യാസം ഇല്ലാണ്ട് അടുക്കളയിൽ കയറണം. പിന്നെ ഒരു പ്രായമായി കഴിഞ്ഞാൽ അമ്മമാർക്ക് അവർക്ക് പഴയതുപോലെ അത്ര ആരോഗ്യം കാണില്ല. അവർക്ക് ഹെൽപ്പിന് നമ്മളൊരാൾ ഉള്ളത് നല്ലത് തന്നെയാണ്. പിന്നെ അവർ പറയും വേണ്ട മക്കളവിടെ ഇരുന്നോ, ചെയ്യണ്ട എന്ന് പറയും. എൻ്റെ അമ്മയായാലും എൻ്റെ അടുത്തും പറയും വേണ്ട എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ അറിഞ്ഞ് ചെയ്തു കൊടുക്കണം, അതായിരിക്കണം നമ്മുടെ ഒരു ക്വാളിറ്റി. നമ്മൾ അറിഞ്ഞ് നമ്മൾ അവരെ സഹായിക്കണം, അല്ലാണ്ട് അവർ വേണ്ടെന്നൊക്കെ തന്നെ പറയും. അത് നമ്മളോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ മകൻ്റെ ഭാര്യ എന്നുള്ളൊരു ഇതിലൊക്കെ ആയിരിക്കും. ഇനി മകൻ എന്ത് വിചാരിക്കും എന്നൊക്കെ ചിന്തിച്ചിട്ടായിരിക്കും അവർ പറയുന്നത്. അപ്പോൾ അവർ വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ശരി ടാറ്റ ബൈ ബൈ എന്ന് പറഞ്ഞ് പോകുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ അറിഞ്ഞ് അവരെ ഹെൽപ്പ് ചെയ്യണം, എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്ത് കൊടുക്കണം, അങ്ങനെ ആയിരിക്കണം. അല്ലാണ്ട് ഈ പറഞ്ഞതുപോലെ അമ്മ പറഞ്ഞു വേണ്ട അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞ് പോകുന്നത് എനിക്കത്ര യോജിപ്പായിട്ട് തോന്നുന്നില്ല. അവിടെ ഹെൽപ്പ് ചെയ്യാൻ ആളുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞ് മാറുന്നതിൽ എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. മരുമകൾ വന്നു കഴിഞ്ഞാൽ അവൾ അടുക്കളയിൽ കയറി അമ്മയെ അല്ലെങ്കിൽ അമ്മായിയമ്മയെ സഹായിക്കുന്നതിൽ എന്ത് തെറ്റിരിക്കുന്നു? അതിലെനിക്കൊരു ഇതായിട്ട് തോന്നുന്നില്ല. അങ്ങനെ ആരെങ്കിലും കമന്റിലൂടെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു തെറ്റും തന്നെ എനിക്ക് കാണാൻ സാധിക്കുന്നില്ല കേട്ടോ മാളവിക. അത് ഇപ്പൊ എന്താ പറയാ,
എനിക്കറിയില്ല, എനിക്കതിന് നോ കമന്റ്സ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ വീട്ടില് അമ്മയെ ഹെൽപ്പ് ചെയ്യാൻ ആളുണ്ട്. പിന്നെ അമ്മയ്ക്ക് എന്താ ഒരു അമ്മയ്ക്ക് ഇഷ്ടമല്ല. ഇപ്പൊ ഞാനാണെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്നത് ഇഷ്ടമല്ല. ചിലർക്ക് അല്ലേ ഇപ്പം ജോലി ചെയ്യുന്നത്, ഇപ്പൊ വേറൊരാൾ ഇന്റർഫിയർ ചെയ്യുന്നത്. അപ്പൊ ഓരോ വീട്ടിലെ ഓരോ അവസ്ഥ ഞാൻ ആലോചിക്കുന്നു. അപ്പൊ ഇവരൊക്കെ എന്താ മക്കളൊക്കെ ഉണ്ടെങ്കിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇവര് നിർബന്ധിച്ച് പിടിച്ച അടുക്കള കയറ്റും, അവർക്ക് താല്പര്യം ഇല്ലെങ്കിൽ. ഇവിടെ ഇങ്ങനെ പറയുന്നത് ഭയങ്കര റോങ് ആണ്. നിർബന്ധിച്ച് പിടിച്ച് അടുക്കളയിൽ കയറ്റൂ താല്പര്യമില്ലെങ്കിലും. അതായത് അമ്മായിയമ്മ മരുമകളെ നിർബന്ധിച്ച് അടുക്കളയിലോട്ട് പിടിച്ച് കയറ്റുമോ താല്പര്യമില്ലെങ്കിലും? താല്പര്യമില്ലെങ്കിലും അറിഞ്ഞ് ചെയ്തു കൊടുക്കണം. ഈ അമ്മായിയമ്മ എന്ന് പറയുന്നത് കെട്ടിക്കൊണ്ടുവന്ന പയ്യന്റെ അമ്മയാണല്ലോ. അവർക്ക് കുറച്ച് പ്രായങ്ങളും കാര്യങ്ങളൊക്കെ കാണുമല്ലോ. ഈ കെട്ടി വന്ന മരുമകൾക്ക് വലിയ പ്രായമൊന്നും കാണത്തില്ലല്ലോ എന്തായാലും. അപ്പൊ അറിഞ്ഞ് സഹായിച്ചു കൊടുക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? എനിക്ക് അതാണ് ചോദിക്കാനുള്ളത്. അവര് കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ നമ്മൾ അതൊക്കെ കണ്ടിട്ട് നമുക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ നമുക്ക് കുക്കിംഗ് അറിയത്തില്ല, അതുകൊണ്ട് നമ്മൾ സഹായിക്കത്തില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നതിൽ അർത്ഥമുണ്ടോ? നമ്മൾ അറിഞ്ഞല്ലേ ചെയ്ത് കൊടുക്കേണ്ട ഓരോ കാര്യങ്ങൾ. അവര് മാത്രം അവിടെ കിടന്ന് പട്ടിപ്പണി എടുക്കുന്നു. ഇവിടെ ഈ മകൻ പറയുന്നു അവർക്ക് അമ്മയ്ക്ക് താല്പര്യമില്ല വേറൊരാൾ അതിൽ കൂടി ജോയിൻ ചെയ്ത് ജോലി ചെയ്യുന്നതിൽ. അതെന്തുവാടെ? അത് ഏത് പഞ്ചായത്തിലാണ് അങ്ങനെ ഒരു ഇതുള്ളതെന്ന് എനിക്കറിയത്തില്ല. അത് ആർക്കാടെ അങ്ങനെ ഒരു ഇതുള്ളത്? നമ്മളെ സഹായിക്കാൻ ഒരാൾ വരുമ്പോൾ വേണ്ട എനിക്ക് ആരുടെ സഹായം വേണ്ട എന്ന് പറയുന്ന അങ്ങനെ ഒരു സാധനത്തിലോട്ട് എനിക്കും വലിയ യോജിപ്പില്ല. അതെന്തോ കൈനിട്ട് പറഞ്ഞ് ഭാര്യയെ സപ്പോർട്ട് ചെയ്യുന്ന പോലെയാണ് എനിക്ക് പേഴ്സണലി ഈ ഒരു ടോക്കിൽ എനിക്ക് തോന്നിയത് പറയാമല്ലോ. ഇവിടെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് മതത്തിന് വേണ്ടിയിട്ട് പോരാടുന്നു എന്നുള്ള രീതിയിൽ ഈ പറയുന്ന മോൻ പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് മോനോട് ചോദിക്കാനെന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുക്കളയിൽ കയറി നിൽക്കുന്ന നിങ്ങളുടെ അമ്മ ഒരു സ്ത്രീയല്ലേ? അതൊരു സ്ത്രീയല്ലേ? സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പോരാടുന്നു, അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ പറഞ്ഞ് പോരാടുമ്പോൾ നിങ്ങളുടെ ഭാര്യയുടെ കേസ് വന്നപ്പോൾ മാത്രമാണോ അത് നിങ്ങൾക്ക് തോന്നിയത്? ഈ അടുക്കളയിൽ നിന്നും ജോലി ചെയ്യുന്ന നിങ്ങളുടെ അമ്മ ഒരു സ്ത്രീയല്ലേ? എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യമാണ്. എന്താ ജെന്യൂൻ ആയിട്ടുള്ളൊരു ചോദ്യം അല്ലേ? അത്രേ ഉള്ളൂ. സംശയം. അല്ല, ജോലി ചെയ്യുന്നത് മാത്രമല്ലല്ലോ ഒരു മരുമക്കളാണെങ്കിലും ഭാര്യയാണെങ്കിലും ഉള്ള അവരുടെ കടമ. അതൊരു ഭാഗ്യല്ലേ? എനിക്ക് പണിയെടുക്കണ്ടല്ലോ, നല്ല കാര്യല്ലേ? അത് അവിടെ ആയാലും അമ്മ അങ്ങനെ തന്നെയാണ്. അമ്മ അടുക്കളയിൽ കയറുമ്പോ, അല്ലെങ്കിൽ അമ്മയ്ക്ക് വേറെ ആരും അമ്മയ്ക്ക് പാത്രം കഴുകി കൊടുത്താലൊക്കെ സന്തോഷമാണ്. പക്ഷെ അല്ലാതെ അമ്മയുടെ കുക്കിങ്ങിൽ അതിലൊന്നും ഇടപെടുന്ന അമ്മയ്ക്ക് അത്ര താല്പര്യം ഇല്ലാത്തൊരു കാര്യമാണ്. ഇവിടെ ആന്റിയുടെ രീതിയിലുള്ള കുക്കിംഗ് സ്റ്റൈലാണ്. പിന്നെ ആന്റിക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ നമുക്ക് അങ്ങനെ ഒരു ആന്റി എന്നോട് പറയുന്നത് എന്താ അറിയോ, ഇതൊക്കെ ഇനി ഒരാള് വരും, അപ്പൊ എനിക്ക് എന്തായാലും പണിയെടുക്കേണ്ടി വരും. അപ്പൊ അതുവരെ സുഖിച്ചോളാനാണ് അമ്മമാര് പറയുന്നത്. അതെനിക്ക് തോന്നുന്നു കുട്ടിയുടെ കാര്യത്തിലായിരിക്കും. കുട്ടി വരുമ്പോൾ പണിയെടുക്കേണ്ടി വരും എന്നുള്ള രീതിയിലായിരിക്കണം ഇവിടെ സംസാരിച്ചത്. ആയിരിക്കണം എന്നല്ല, ആണ്, അത് തന്നെയാണ്. ഞാനൊരു കാര്യം സീരിയസിൽ പറയാതെ മാളവിക എടുത്താലും, നിങ്ങൾ ഇങ്ങനെ ഒരു സംഭവം സൊസൈറ്റിയിലോട്ട് ഇങ്ങനെ ഇത്രയും നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ആ സ്ഥാനത്തിൽ നിങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോയുടെ ഇടയിൽ ഈ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഈ ഒരു സെക്ഷൻ നിങ്ങൾ സംസാരിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും നടന്നു പോട്ടെ, നിങ്ങൾക്ക് വീട്ടിൽ ജോലി ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മായിയമ്മയ്ക്ക് അത് താല്പര്യമില്ല, ഇത് താല്പര്യമില്ല, ആ ഒരു ടോപ്പിക് കൂടെ സംസാരിച്ച് പോകേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു. അത് നിങ്ങളുടേതായ ഒരു പേഴ്സണൽ ലൈഫിൽ അതങ്ങ് പോട്ടെ. പക്ഷെ ഇത് കാണുമ്പോൾ ഒരുപാട് പേര് അത് അഫക്റ്റ് ചെയ്യും. അപ്പം നമ്മുടെ വീട്ടിൽ നമ്മൾ മാത്രമാണ്, കുറെ പെൺപിള്ളേരൊക്കെ ചിന്തിക്കും നമ്മൾ മാത്രമാണ് അടുക്കളയിൽ കയറി ജോലി ചെയ്യുന്നത് അല്ലേ? അപ്പൊ ഇവരെയൊന്നും വീട്ടില് ഈ പറയുന്നത് പോലെ ഇവരൊന്നും ജോലി ചെയ്യുന്നില്ല, അമ്മായിയമ്മമാര് അല്ലെങ്കിൽ അമ്മമാരാണ് ജോലി ചെയ്യുന്നത്, ഇവരൊന്നും ജോലി ചെയ്യുന്നില്ല. അപ്പൊ നമ്മുടെ വീട്ടിൽ നമ്മൾ മാത്രമാണ് പട്ടിപ്പണി എടുക്കണം എന്നുള്ളൊരു ചിന്ത സ്ത്രീകളിലേക്ക് അടിച്ചേൽപ്പിച്ചു കഴിഞ്ഞാൽ അത് നാളെ നെഗറ്റീവായിട്ട് ബാധിക്കും. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ കുറേ കാര്യങ്ങൾ, പേഴ്സണൽ ലൈഫിൽ കുറേ കാര്യങ്ങൾ നടക്കും. അത് ചിലപ്പോൾ പബ്ലിക്കിൽ അത് ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഇല്ലാത്ത കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് നമ്മൾ അത് പബ്ലിക്കിലോട്ട് സംസാരിക്കാതിരിക്കും ഇങ്ങനത്തെ ടോപ്പിക്കുകൾ. ഇവിടെ സ്ത്രീകൾക്ക് വേണ്ടി ഉന്നമനത്തിന് വേണ്ടിയിട്ട് പോരാടുന്നു എന്നുള്ള രീതിയിൽ ഭർത്താവ് സംസാരിച്ച് വെക്കുമ്പോൾ അതേ ഭർത്താവ് ഒരു കാര്യം മനസ്സിലാക്കണം, സ്വന്തം അമ്മയും ഒരു സ്ത്രീയാണ്, അവരും അടുക്കളയിൽ ജോലി എടുക്കുകയാണ്. നിങ്ങളുടെ വീട്ടിൽ ഈ പറയുന്ന പോലെ നിങ്ങളുടെ അമ്മയ്ക്ക് താല്പര്യം കാണത്തില്ലായിരിക്കും മറ്റൊരാൾ ജോലി ചെയ്യുന്നത്. അതിൽ മാളവിക തന്നെ പറയുന്നുണ്ട്, ഈ പറയുന്നത് പോലെ പാത്രം കഴുകി കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ താല്പര്യം ഉണ്ടെന്നുള്ള രീതിയിൽ. അപ്പൊ അതൊക്കെ ചെയ്യാമല്ലോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ. അതൊക്കെ ആരും വിളിക്കത്തില്ല. അവിടെ ഹെൽപ്പ് ചെയ്യാൻ ആളുണ്ടെന്നും പറയുന്നുണ്ട്. ആരും വിളിക്കത്തില്ല എങ്കിലും നമ്മൾ അറിഞ്ഞു പോയി ചെയ്തു കൊടുക്കുന്നതിലായിരിക്കും ബെറ്റർ. ചിലപ്പോൾ അമ്മയ്ക്കായാലും അമ്മായിയമ്മയ്ക്കായിരിക്കും വിളിക്കാനൊരു മടി കാണും. ഒരു പാവം ഭയങ്കര ശാന്ത സ്വഭാവമൊക്കെ ആണെങ്കിൽ വിളിക്കാനൊരു മടി കാണും. അപ്പൊ നമ്മൾ അറിഞ്ഞു ചെയ്തു കൊടുക്കുന്നതിലായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. ചേട്ടൻ പറഞ്ഞെന്താ വെച്ചാൽ കഴിഞ്ഞ വീഡിയോയിലല്ല, ഞാൻ ഇവിടെ എപ്പോ വീഡിയോ ചെയ്താലും എനിക്ക് അപ്പ കമന്റ് വരും, ഒരു പണിയും ചെയ്യാണ്ട്
ഇത് കഴിക്കാൻ വേണ്ടി ടേബിളിൽ വന്നിരുന്നോളാം. അങ്ങനത്തെ കുറച്ച് കമന്റ്സ് കണ്ടിട്ട് തേസുണ്ട്, അത് ഇഷ്ടപ്പെട്ടില്ല, അതാണ് പറഞ്ഞത്. സോ ഇവിടുത്തെ സിറ്റുവേഷൻ ഡിഫറെന്റ് ആണ്. അത് ഞാൻ രക്ഷപ്പെട്ടു. കിട്ടുന്ന സമയം എൻജോയ് ചെയ്യാം. ഇപ്പൊ ഇവരിതൊക്കെ കഴിഞ്ഞു വന്ന ആൾക്കാരായതുകൊണ്ട് അവർക്ക് അറിയാം, അതാണ്. പിന്നെ ഞാന് അനങ്ങാണ്ടിരിക്കല്ല, എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും. ഓക്കെ, അപ്പൊ അത് എന്തോ നമ്മളൊരു സീരിയസ് ടോപ്പിക്കിലേക്ക് പോയി. ഇനി നമുക്ക് സാധനം എടുത്തിട്ട് വേഗം പോയി അമ്പലത്തിൽ പോകണം, നല്ല മഴ വരുന്നുണ്ട്. അമ്പലത്തിലൊക്കെ പോകണം. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഏതൊരു ഇതായാലും അമ്മമാര് കിടന്ന് അടുക്കളയിൽ പട്ടിപ്പണി എടുക്കുമ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് മാളവികയുടെ ലൈഫ് സ്റ്റൈൽ ഇങ്ങനെയാണ്, അതുകൊണ്ട് ഞങ്ങളും ഇങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞ് ഒരു മരുമക്കളും ഇങ്ങനെ നിൽക്കാൻ പോകരുത്. നിങ്ങളുടെ അമ്മായിയമ്മ അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മ ആയിക്കോട്ടെ, നിങ്ങൾ കല്യാണം കഴിഞ്ഞ് പോകുന്ന വീട് വേണ്ട, നിങ്ങളുടെ അമ്മ കൂടി അടുക്കളയിൽ കിടന്ന് പട്ടിപ്പണിയെടുക്കുമ്പോൾ നിങ്ങളാൽ കഴിയുന്ന ഹെൽപ്പുകൾ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ കല്യാണം കഴിഞ്ഞ് മറ്റൊരു വീട്ടിൽ പോയി അവിടെ അമ്മായിയമ്മയും പട്ടിപ്പണിയെടുക്കുമ്പോൾ നിങ്ങൾ സഹായിക്കണം. രാവിലെ എഴുന്നേറ്റ് അവരെ കൂടെ വന്ന് ജോലി ചെയ്യണം. അത് ഈ പറയുന്ന മകനും ചെയ്യാം, മകനാൽ കഴിയുന്ന ഹെൽപ്പുകളൊക്കെ ചെയ്യാം. അതുകൊണ്ട് അതിലൊരു വേർതിരിവ് ഉണ്ടാവരുത്. ഈ അടുക്കള, അയ്യോ അമ്മായിയമ്മ അങ്ങനെ നമ്മൾ ചെയ്യുന്ന എന്തിന്, അങ്ങനത്തെ ഒരു വേർതിരിവ് പാടില്ല. ഒരു കുടുംബത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ എല്ലാവരും ഒരു വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണം. അത് ആൺ പെൺ വ്യത്യാസമില്ലാതെ തന്നെ ചെയ്യണം. അത് പ്രായമായ അമ്മമാരെ കൂടുതൽ അല്ലെങ്കിൽ പ്രായമായ അച്ഛനെ കൊണ്ട് കൂടുതൽ ചെയ്യിപ്പിക്കാതെ നിങ്ങൾ മക്കൾക്കോ മരുമക്കൾക്കോ അതിനുള്ള ആരോഗ്യമുണ്ടെങ്കിൽ അവർ തന്നെ മാക്സിമം ജോലി ചെയ്യണം എന്നേ ഞാൻ പറയത്തുള്ളൂ. പ്രായമായ അവർക്ക് റെസ്റ്റ് കൊടുക്കുക മാക്സിമം. നമ്മളാൽ കഴിയുന്ന ഹെൽപ്പുകൾ നമ്മൾ ചെയ്തു കൊടുക്കുക. വീട്ടിൽ ആൺമക്കൾ മാത്രമാണെങ്കിൽ അമ്മ കുക്ക് ചെയ്യുന്ന പോലെ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മളാൽ കഴിയുന്ന വേറെ കുറേ ഹെൽപ്പുണ്ട്. കട്ട് ചെയ്ത് കൊടുക്കാം, തേങ്ങ ചെരുവി കൊടുക്കുക, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. നമ്മൾ അതൊക്കെ ചെയ്ത് സഹായിക്കുക. അപ്പോൾ നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ നമ്മൾ വീട്ടിൽ ചെയ്തു കൊടുക്കുക. അവിടെ ഈ പറയുന്ന പോലെ പ്രായമായവർക്ക് നമ്മൾ മാക്സിമം റെസ്റ്റ് കൊടുക്കാൻ വേണ്ടി വേണം ശ്രമിക്കുക. അല്ലാണ്ട് അയ്യോ അവർ നമ്മളെ വേറെ ആരെയും അടുപ്പിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാണ്ട് നമ്മളാൽ കഴിയുന്ന ഹെൽപ്പുകൾ ചെയ്യുക. പിന്നെ വീട്ടിൽ വേലക്കാരിയൊക്കെ ഉണ്ടെങ്കിൽ, സർവൻസ് ഉണ്ടെങ്കിൽ അവർ ചെയ്യും, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷെ അവിടെ അമ്മ ഒറ്റയ്ക്ക് ജോലി ചെയ്യുമ്പോൾ ഒന്ന് സഹായിക്കാൻ പോയെന്ന് വെച്ച് ഒരു മുത്തും കൊഴിഞ്ഞു പോകത്തില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ബുദ്ധിമുട്ടായിട്ടാണ്. ബൈ.